എന്നാൽ അവൻ്റെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോയതും അമ്മാവി അപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവ വേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോക കൊണ്ടും അമ്മാവി അപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോക കൊണ്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ശൗമേലിൻ്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഈഖാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വം പോയി എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവമഹത്വം അവരുടെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും അനിവാര്യമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇസ്രായേൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആയതിനാൽ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നല്ല ഒരു ഭരണം നിലനിർത്തുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപയും കൃപാകടാക്ഷവുമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.